ഹലോ, ഞങ്ങളിന്ന് കേരളത്തിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന തട്ടേക്കാടിലേക്കാണ് ഒരു യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഇത്തവണ അമ്മയുടെ അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പാലം കണ്ടു. ആ പാലത്തിൻ്റെ അവിടെ ചെറിയൊരു സ്പോട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ വണ്ടി വെച്ചിട്ടുണ്ടായി. അതുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തി. അത് ആക്ച്വലി മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് നിൽപ്പുണ്ടായി. പക്ഷേ അതല്ല, ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പോകാനുണ്ട്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കാറ്റും കോളൊക്കെ ഉണ്ടായി. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഹെവി മഴ വരാൻ പോകുന്നു. നല്ല മഴയായിരുന്നു, ഒട്ടുക്കത്തെ മഴ, ഒരു രക്ഷയില്ലായിരുന്നു. നേരെ വണ്ടി കയറി, പിന്നെ അവിടെ നിന്നില്ല. എന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി ആ പാലം കഴിഞ്ഞ് കുറച്ചും കൂടി പോകണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഇതൊരു പക്ഷി വളർത്ത് കേന്ദ്രമാണ്. ഞങ്ങൾ അവിടെ ചവിട്ടാൻ നോക്കിയപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ ഹെവി റെയിൻ. സോ നിർത്തിയില്ല, നേരെ സ്വിറ്റ്സർലാൻഡിലേക്ക് വിട്ടു. ഞങ്ങൾ 4 പേരും റെയിൻകോട്ട് ഒപ്പിച്ചായിരുന്നു. റെയിൻകോട്ട് ഇട്ടിട്ട് തന്നെ അവിടെ പോകണം, അപ്പോഴേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. കുടയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടില്ല. പിന്നെ ഈ കണ്ടോ, ഇതാണ് ആക്ച്വൽ ആ ഏരിയ നമ്മൾ കയറുന്നത്. ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത്, ആ കൈ ചൂണ്ടി അങ്ങോട്ടേക്ക്. അവിടെയാണ് ആക്ച്വൽ സംഭവം എല്ലാം ഉള്ളത്. നല്ല രസമാണ്. നമുക്ക് ഈ മഴ സമയത്ത് തന്നെ ഇത് പോകണം. ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ ഉള്ള സമയത്താണ് നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നു. മഴയില്ലെങ്കിൽ ഇവിടെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. എല്ലാവരും മഴയത്ത് വരുന്നുണ്ട്. റെയിൻകോട്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്, ഒരു രക്ഷയില്ല. നമുക്ക് ഓടാം, കളിക്കാം, അത്രയും രസമാണ്. അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞ് വരുന്നുണ്ട്. ഞങ്ങളിത് മഴ തുടങ്ങിയതിൻ്റെ ഏർലി സ്റ്റേജിലാണ് ഞങ്ങൾ വന്നത്. ഇപ്പം ഹെവി റെയിൻ ആയതുകൊണ്ട് കുറച്ചുകൂടി മഴയും വെള്ളവും ഒക്കെ ഉണ്ടാവും, കുറച്ചുകൂടി സൂപ്പറായിരിക്കും. കുറേ സ്ഥലം ഇങ്ങനെ പാടം തന്നെയാണ് അവിടെ, നല്ല രസമാണ്. പിന്നെ ഈ ഗ്രീനറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഭയങ്കര മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. ഒരു ഈവനിങ് ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാം. ഞങ്ങൾ നോക്കിയപ്പോൾ അത്യാവശ്യം ആൾക്കാർ അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ടായി. പിന്നെ പിള്ളേരൊക്കെ ഈ വെള്ളത്തിലൊക്കെ ചെരുപ്പൊക്കെ ഒഴുകി കളിക്കുന്നത്, അങ്ങനെ ഒരുപാട് അമ്മയൊക്കെ ഓടി കളിക്കുന്ന അവിടെ നിന്ന്. നല്ല രസമായിരുന്നു. എന്തോരം സമയം നമ്മൾ സ്പെൻഡ് ചെയ്തെന്നറിയാം അവിടെ. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 3:30 എത്തി, ഞങ്ങളൊരു 5:30 വരെയൊക്കെ സ്പെൻഡ് ചെയ്തു. സമയം പോയത് അറിഞ്ഞില്ല ആക്ച്വലി. പിന്നെ ഈ സ്പോട്ടിന് അടുത്ത് തന്നെ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയും ബോത്താൻ കെട്ടുമുണ്ട്. തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി 5 o'clock ക്ലോസ് ചെയ്യും. ഞങ്ങൾക്ക് മിസ്സായിപ്പോയി ജസ്റ്റ്. അതിനുശേഷം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വെള്ളം ചെരുപ്പ് ഒഴുകി കളിക്കുന്നത്. ഒരാളുടെ ചെരുപ്പ് എടുത്ത് മനപ്പൂർവ്വം എറിയാൻ തോന്നുന്നു. പിന്നെ അത് എടുക്കാൻ വേണ്ടി പെട്ടു. അങ്ങനെയൊക്കെ നല്ല രസമാണ്. ഞങ്ങളൊക്കെ അതൊക്കെ നോക്കിയിരുന്നു. എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെച്ചാൽ ഇത് ആഴമുണ്ട് ആക്ച്വലി. പിന്നെ വെള്ളത്തിന് ഒഴുക്ക് ചെറുതാണെങ്കിലും അതിനകത്ത് ഇറങ്ങിയാൽ നമുക്ക് ആഴമുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ ചാടി ക്രോസ് ചെയ്തു. വീഡിയോ ഒരു വീഡിയോ കോമഡി ആയേനെ. അങ്ങനെ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ടായി. അച്ഛനതിന് ശേഷം ചാടി. അപ്പോൾ രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫൺ വീഡിയോസൊക്കെ എടുത്തു. ഞാനും അമ്മവും കൂടെ കുറച്ച് റീൽസൊക്കെ എടുത്തു. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലിപ്പറിയാണ്. മഴ സമയത്താണ് ഇവിടെ വരേണ്ടത്. സോ റെയിൻകോട്ട് ഈസ് എ മസ്റ്റ്. പിന്നെ അടുത്തുള്ള കടകളിൽ റെയിൻകോട്ട് ഉണ്ട്, പക്ഷേ അവൈലബിലിറ്റി കുറച്ച് കുറവാണ് ആൾക്കാർ വരുമ്പോൾ. അപ്പോൾ നമ്മൾ മുന്നേ കയറിയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഞങ്ങൾ ആക്ച്വലി 4 ആൾക്ക് 3 റെയിൻകോട്ട് ഉണ്ടായി. ഒരെണ്ണം എങ്ങാണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചത്. റേറ്റൊക്കെ സെയിം തന്നെ, പക്ഷെ അത് കിട്ടുമോ എന്നുള്ളതാണ് ഡൗട്ട്. 2-3 കടകളിൽ ചോദിച്ചിട്ടാണ് ഒരു കടയിൽ കിട്ടിയത്. എല്ലാം തീർന്നു പോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നിയത് മോർണിങ്ങിനേക്കാൾ ഈവനിങ് തന്നെയാണ് രസം. ആ ഈവനിങ് സമയത്ത് കണ്ട പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നത് രസമാണ്. ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടും പാടത്ത് നിന്ന് കളിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചിങ്ങനെ സ്പെൻഡൊക്കെ ചെയ്ത്, പിന്നെ അവിടെ ഒരു പാലമുണ്ട്. പാലം ഇൻ ദ സെൻസ് കണ്ടോ, അതൊരു പോസ്റ്റാണ്. അപ്പോൾ അതിൽ കൂടെ ക്രോസ് ചെയ്യാനും തിരിച്ചു തരാനുമാണ് രസം. ഞങ്ങളത് നോക്കിയപ്പോൾ ഒരു കുട്ടി അതിനകത്ത് വീണായിരുന്നു. അത് രസമായിരുന്നു, സ്ലിപ്പായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫണ്ണൊക്കെ ഇടയ്ക്കുണ്ടാവും. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മുവിനെ താഴെ ഇടാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു, ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചായിരുന്നു. അതും രസമായിരുന്നു. അമ്മു പ്രതീക്ഷിച്ചില്ല ഒട്ടും. അപ്പോൾ ഞാൻ ക്രോസ് ചെയ്തതിനെ കളിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഓർത്ത് അവൾ വീഴോ എന്നുള്ള സെറ്റപ്പിൽ ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായി എന്നാലും. എന്നിട്ട് അത് രസമായിരുന്നു. അങ്ങനെ കുറച്ച് ഫണ്ണൊക്കെ അവിടെ നിന്നുണ്ടായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ മൊത്തത്തിലൊന്ന് നടന്ന് കളിച്ചു. ഒരു ഈവനിങ് ഒക്കെ ആക്കി. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ ഷോപ്സ് കുറവാണ്, ലിമിറ്റഡ് ആണ്. പിന്നെ ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉച്ചയ്ക്ക് എത്തുവാണെങ്കിൽ ഇവിടുത്തെ ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിലൊരു ബെസ്റ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിച്ച ഈ ജംഗിൾ ഫീസ്റ്റ് റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അത് മാത്രമാണ് അവിടെ ഉള്ളതിലൊരു ബെറ്റർ റെസ്റ്റോറൻറ്റ്. അപ്പോൾ പോവുകയാണെങ്കിൽ അവിടെ തന്നെ പോകണം. അവിടെ ഞങ്ങൾക്ക് പോയപ്പോൾ ചോറും ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. അത്ര വാവ് ഒന്നുമല്ല, പക്ഷേ ഓക്കെ ടൈപ്പാണ്. പിന്നെ വാഷ്റൂമും കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് അവിടെ പോയ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, ഇതൊക്കെയാണ് ഇവിടുത്തെ അവൈലബിലിറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സി യു.